കോച്ചിങ്ങിൽ പോയി കേട്ടോ നേരെ. നിനക്ക് ഞാൻ വണ്ടി എടുത്ത് പിക്ക് ചെയ്യാൻ വരാം. നീ ആടെ ഒളിച്ചു വെക്ക് വിക്കി, ചാവല്ല കേട്ടോ. എടാ ആരാ പറയണ്ട. മോളിൽ നമ്പർ കാണുന്നില്ല. ഇതാ എന്റെ തലേന്റെ മുകളിൽ നമ്പർ 3 കണ്ടോ. സ്ഥലമൊക്കെ വേറെ എന്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നു. ഞാൻ വെടിവെക്കുന്നിട്ടല്ല ഇത് വെക്കുന്നു. നീ ബട്ടൺ മാറ്റി വെക്കും. ബട്ടൺ മാറ്റണ്ട. നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. നീ ഇപ്പൊ ഇങ്ങനെ ഒന്നിച്ച് നടന്നാ മാത്രം മതി. മനസ്സിലായോ? ഇതെന്താ താറാവ്? ഇതെന്താ ചാറ്റില് മൊത്തം താറാവ്? അത് ഞാൻ ചിരിക്കുന്നതിന്റെ കാര്യമൊക്കെ ഉണ്ടാ. ഓ പരിചയമുള്ളമാരെ ഒരു വെടി ഒരു ഉണ്ടേന്ന് എടാ കാര്യം ഞാൻ കൊറേ കമന്റ് സെക്ഷനിൽ കണ്ടു. താറാവ് ഇരിക്കുന്നവരാണ് ചിരിക്കുക. താറാവ് കരയണ പോലെ. സോറി, താറാവ് ചിരിക്കൂല. നിനക്കറിയോ താറാവ് കരയുന്നതെന്നോ ചിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മള് മനുഷ്യന്മാരല്ലേ, ചെലപ്പോ ചിരിക്കുന്നതായിരിക്കും. ഇങ്ങോ ഈഗിൾ എന്താ പറഞ്ഞ? ഈഗിളാ നിന്റെ ചിരി താറാവിന്റെ പറഞ്ഞൊരു വ്യൂസ് ഇതായി. റെസ്പെക്ട് ഈഗിൾ. ഇല്ല അത് സീനില്ല. ഇപ്പൊ അതൊക്കെ പൂക്കി ഓഡിയൻസ് ആടാ, പൂക്കി ഓഡിയൻസ്. കുതിരയുടെ കുഞ്ഞാണിക്കടി ഓടിക്കേ. അയ്യോ എടാ നീ ഞാൻ സായിപ്പ ഓടിക്കുന്നെന്ന് വിചാരിച്ചു. ഇത് മണ്ടൻ. എടാ എന്നെ ഇറക്കിയോട്. എടാ വണ്ടിന്റെ ബാക്കിൽ പോട്ടോ. എടാ വണ്ടിന്റെ ബാക്കിൽ പോ വിക്കി. റൈറ്റ് നേരെ ആ റൈറ്റ്. ചാടിയാ ചാവൂലേ? എടാ ഒന്ന് നിർത്തി നമുക്ക് ആ ബഗ്ഗി എടുക്കാലോ. ആ ബഗ്ഗി എടുക്കാം വിക്കി. ആ ബഗ്ഗി എടുക്കാം. ബഗ്ഗി നിർത്ത. ഞാൻ ഓടിച്ചോളാം. എടാ കുതിരനെ കൊന്നാ കില്ല് കിട്ടൂല. വാ കേറ്. ചാറ്റില് മൊത്തം ഈഗിള് സ്പാമിങ്. എടാ ഇവന്റെ താറാവിന്റെ ചിരി പറഞ്ഞതിന് ഇവന്റെ ഓഡിയൻസ് അടഞ്ഞടാ. അത് കണ്ടോ നീ? എടാ എവിടെ? ഏതാ രസിക്കല്? എടാ എന്നാലും ഈകളെ അതെന്ത് സംഭവം? ഞാൻ പറയട്ടെ നിന്റെ ചിരി താറാവിന്റെ പറഞ്ഞപ്പോ തന്നെ ഇങ്ങനാ. അതും അത്രയും തമാശ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനാ. അപ്പൊ നിന്നെ ആരെങ്കിലും പോടാ പട്ടിയെന്ന കാര്യം വിളിച്ച എന്തായിരിക്കും അവസ്ഥ? എടാ ഇതെന്തോ ഓഡിയൻസ്. അവരുടെ സ്നേഹമല്ലേ, നീ അങ്ങ് വിട്ടേരെ. എന്നാലും ഇത്രയും സ്നേഹം ഞമ്മളെ അടികളെ. ഞാൻ നിന്നൊന്ന് തെറി വിളിക്കട്ടെ. എനക്ക് അറിയണം ഇവരെന്താ പറയുന്നത്. എനക്ക് അറിയണം. ഞാൻ നിന്നൊന്ന് തെറി വിളിക്കട്ടെ. അവിടെ താറാവ് എന്ന് പറഞ്ഞേന് ഇങ്ങനെ അപ്പൊ തെറി വിളിച്ചെങ്ങനെ എനിക്ക് എനക്ക് അറിയണത്. എനക്കത് അറിയണം. ഇത് മൊത്തം മറ്റേ ഈഗിൾ ഇമോജി. You're welcome to drive my Lamborghini. എടാ കേറാ കുണ്ട ഈഗിള്. എടാ മയിലേ കേറാ. You're welcome to drive my Lamborghini. നിക്ക് ചാറ്റിലെന്താ വരുന്നോട്ടെ.
വണ്ടി മാറ്റിയാലോ പെട്രോളില്ല. കയറി എടാ ഓടിക്കുന്ന ഞാൻ ചാറ്റ് വയ്ക്കട്ടെ. ചാറ്റ് ഫുൾ ഫണ്ണാണ്. സോറി എടാ മുത്ത, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ അല്ല എപ്പ ഈകളെ കാണാൻ തുടങ്ങിയത്? നമ്മ എത്ര കൊല്ലായിട്ട് ഒരുമിച്ച് കളിക്കുന്ന അറിയോ? അടുത്തത് താറാവിന്റെ ചിരിയാന്ന് പറഞ്ഞതിന് ഇവര് ഇത്രയും എന്റെ മോനെ നിന്നോടൊന്നുമില്ലട്ടോ. പക്ഷെ ഈ ഓഡിയൻസ് വന്നിട്ടുണ്ടല്ലോ, ഈ ഓഡിയൻസ് വന്നിട്ട് മൊത്തം എല്ലാം ഇടുന്നടാ. എടാ നിന്റെ പിള്ളറാ ഇത്. എടാ എനിക്ക് നിന്നോടൊന്നുമില്ല കേട്ടോ, ഞാൻ കാര്യം പറയാം. ഈകളെ നിന്റെ ഫാൻസ് വന്നിട്ട് ഇവിടെ മൊത്തം ഇവിടെ തൂറി വെക്കാ. നീ നോക്കിയത്, നീ എന്റെ ചാറ്റ് എടുത്ത് നോക്കടാ ഈകളെ. അത് എന്റെ ഫാൻസ് ഒന്നുമല്ലടാ, ചുമ്മാ ചെയ്യുന്നതാ. നീ ഇതെങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നോണ്ട് അവിടെ സത്യമായിട്ട് നീ നോക്ക്, സത്യമായിട്ട് മൊത്തം ഈകൾ മറ്റേ സാധനമില്ല എന്തായാലും ഇമോജി. നീ എന്റെ ഇതെടുക്ക്, നീ എന്റെ ലൈവ് എടുക്ക്, എന്നിട്ട് ചാറ്റ് തുറന്നു നോക്ക്, നീ നോക്ക്. ആ ഇതെന്താണ് ഇവരെന്ത് ഇത്ര പൂക്കി ഓഡിയൻസ് ആയി പോയത്? Welcome to drive my Lamborghini. നീ ഓടിക്കണ്ട, ഞാൻ ഓടിച്ചോളാം. കേറ്. Marked a location. ഇല്ല തൽക്കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത കളി ഒരു കളി ഇവിടെ കളിക്കാം. ഓഡിയൻസ് അല്ല സംഭവം എന്താ അറിയാം. എടാ കുറച്ച് ആൾക്കാരാ എല്ലാരും അല്ല, കുറച്ച് ആൾക്കാർ വന്നിട്ട് അങ്ങനെ സ്പാം ചെയ്തിട്ടാണ്. എടാ ആദ്യം വന്നിട്ട് താറാവ് സ്പാം ചെയ്ത്. അപ്പൊ ഞനക്ക് എന്താന്ന് മനസ്സിലായില്ല, സംഭവം എന്താന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഈകള് പറഞ്ഞപ്പോ എനിക്ക് ഓടിയത് സംഭവം താറാവിന്റെ ചിരി എന്നുള്ള കാര്യം. എന്നിട്ട് അത് ഞാൻ പറഞ്ഞപ്പോഴേക്ക് മൊത്തം ഇത് തൊപ്പി റെസ്പെക്ട് ഈകൾ എന്നല്ല പറഞ്ഞ മൊത്തം ഇത്. എടാ അതിന്റെ കാര്യമുണ്ടോ ഈകള് പറ. നിന്റെ അഭിപ്രായം ഹലോ പോയോ എന്തോടാ? എടാ നീ പറ നിന്റെ അഭിപ്രായം എന്താ? അവര് റെഗുലർ ലൈവ് കാണുന്നവരല്ലേടാ, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഇതല്ലേ, അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ പറയണ ഇവിടെ. പക്ഷെ എന്നാലും താറാവിന്റെ ചിരി എന്ന് പറഞ്ഞാൽ ഇത്ര ഇതാവേണ്ട കാര്യമുണ്ടോ? നോർമലി എനക്കറിയില്ലേ. അല്ല അത് RP കളിക്കുന്ന സമയത്ത് ഒഫെൻസീവ് ആയിട്ട് കുറെ പേര് പറയോടാ. അത് നീ പറയണത് പോലല്ല, കുറെ പേര് എനിക്കറിയില്ല. അതാ ഞാൻ ചോദിച്ചത്. ഇത് എനിക്ക് അറിയാത്തൊരു ബാക്ക് സ്റ്റോറി ഇതിനുണ്ടാന്ന് എനിക്ക് അറിയില്ല. അതാ ഞാൻ ചോദിച്ചത്. കാരണം താറാവ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെന്തിനും ഇത്രയും ഇതാവുന്ന എനിക്ക് മനസ്സിലായില്ല. സോറി മൈ ബാഡ്. ഓക്കെ ഗൈസ്, ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു ഇതിന് വേറെ എന്തെങ്കിലും കഥ ഉണ്ട്, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്നോ? ജയിച്ചോ? ഞാൻ ജയിച്ചു. നമ്മള് ജയിച്ചു, നീ തോറ്റ്. എന്നെ അമ്മ അടിച്ചു പോകാൻ നിനക്കൊക്കെ വേണ്ടിട്ട് രക്തസാക്ഷിയായ പയ്യനാണ് ഞാൻ ജയിച്ചു. ഞാൻ അങ്ങനെ നോക്കാൻ ഞാനും